കേരളം ലഹരി മരുന്നിന് കഞ്ചാവുമായി പിടികൂടിയ 3 പേരിൽ നിന്ന് കുത്തിവെച്ചാണ് എയ്ഡ്സ് രോഗികളായി കൊച്ചിയെ വിഴുങ്ങുന്ന മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ചുള്ള ഏഷ്യൻ മാനസിക വിഭ്രാന്തിയുള്ളവർക്ക് നൽകുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ വ്യക്തിബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ലഹരി എന്ന മഹാവിപത്ത് പുതുതലമുറയെ അടിമകളാക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം അപകടത്തിലാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും തെറ്റായ വഴിയിൽ നിന്നും പിന്തിരിയാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും ഞങ്ങൾ സദയം അവതരിപ്പിക്കുന്നു. മോനെ സൂക്ഷിച്ചു പോണേ. ശരി അമ്മേ, പോയിട്ട് വരാം. അജി ഒരു നല്ല കോളേജ് വിദ്യാർത്ഥിയാണ്. പഠിക്കാൻ നല്ല മിടുക്കനാണ്. കുടുംബസ്നേഹമുള്ള, മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ അവൻ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം കുറിക്കുകയായി. അവിടെ ഒരു തിരികെ നോക്കിയേ, ഏതോ ക്യാഷ് ടീമാന്ന് തോന്നുന്നുണ്ട്. വലിയ പഠിപ്പിച്ചാ. അവനെ പോയി ഒന്ന് മുട്ടി നോക്കിയാലോ, നമ്മുടെ കാര്യം നടക്കും. അവനെ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റഫ് വാങ്ങാനുള്ള കുറച്ച് ചിക്കില് ഒപ്പിക്കാം. എങ്ങനെയുണ്ട്? കേട്ടിയേ, എന്നറിയോ, നമ്മളൊരു ഗ്ലാസ് തരാണ്ടാ. ഞാൻ പുറകിലിരിക്കാറ്, കണ്ടിണ്ടാവില്ല. ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യലണ്ടാ? അയ്യോ വേണ്ട, ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇല്ലേ, ഇതൊക്കെ ഉപയോഗിക്കണം. ആമ്പിള്ളേരായിട്ട് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ കാര്യം? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധി വളരും, പഠിക്കാനൊക്കെ നല്ല കിടുകിടാന്ന് കിട്ടും. എന്നാ വേണ്ടെങ്കിൽ വേണ്ട, അത് വിട്. എന്നാ നമ്മൾ കണ്ടതിൻ്റെ സന്തോഷത്തിന് ഈ ചോക്ലേറ്റ് എങ്കിലും ഒന്ന് കഴിക്കും. എടാ, ഞാനിതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടാട്ടോ നിന്നെ അത് വാങ്ങാത്തത്. നീ ദേഷ്യമൊന്നും വിചാരിക്കില്ല കേട്ടോ എന്നോട്. ഒരിക്കൽ അവരുടെ ഓഫർ സ്വീകരിച്ച അവൻ പിന്നീട് അവർ നിർബന്ധിക്കാതെ തന്നെ അവരുടെ കയ്യിൽ നിന്നും ആ ചോക്ലേറ്റ് ആവശ്യപ്പെട്ടു തുടങ്ങി. എടാ മനു, അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നീ എനിക്കൊരു ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതെനിക്ക് വേണം. എന്തെങ്കിലും ഉണ്ടാവോ? ചോക്ലേറ്റാ? ഏത് ചോക്ലേറ്റ്? 2 ദിവസം ഫ്രീ ആയിട്ട് വന്നപ്പോൾ മോനെ അങ്ങോട്ട് പിടിച്ചൂലേ? ഇതൊക്കെ പൈസ ചിലവുള്ള കാര്യങ്ങളാടാ. നീ ആദ്യം പോയി പൈസ കൊണ്ടുപോവാ, അപ്പം നമുക്ക് ആലോചിക്കാം കേട്ടാ. എടാ പൈസ എൻ്റെ പൈസ ഇല്ല. നീ എന്തേലും ഒരു വഴി പറഞ്ഞാൽ എനിക്ക് ആ ചോക്ലേറ്റ് അത് വേണം. ആ ചോക്ലേറ്റ് എനിക്ക് വേണം. നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വാടാ. അവന് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് വേണം. വീട്ടില് അമ്മോട് എന്ത് കള്ള പറയാ. ലഹരി എന്ന മഹാവിപത്ത് അജിയെ പതുക്കെ പതുക്കെ വിഴുങ്ങുവാൻ ആരംഭിച്ചു. അമ്മേ എന്താടാ? അമ്മേ, എനിക്ക് നാളെ 2500 രൂപ വേണം. 2500 രൂപയോ? എന്തിനാടാ? കഴിഞ്ഞ ആഴ്ചയല്ലേ നിന്റെ ഫീസ് അടച്ചത്? അമ്മയ്ക്ക് തരാൻ പറ്റൂ, ഇല്ലെങ്കിൽ അപ്പൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വാങ്ങിത്തരാം. എനിക്ക് നാളെ ആ പൈസ കിട്ടിയേ പറ്റൂ. ആദ്യമൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിന്നും അവൻ പണം സംഘടിപ്പിച്ചു. പിന്നീട് പണം കിട്ടാതായപ്പോൾ വീട്ടിൽ നിന്നും മോഷ്ടിക്കുവാൻ ലഹരി അവനെ നിർബന്ധിച്ചു തുടങ്ങി. മോഷണം അവൻ പതിവാക്കി. എന്താണ്? നീ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കാറുണ്ടോ? പൈസയോ? എന്ത് പൈസ? എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ പൈസ. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്കെന്തിനാ ഇത്രയും പൈസ? ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല, നിനക്ക് തോന്നുമ്പോൾ എടുത്തുകൊണ്ട് പോകാനായിട്ട്. മനസ്സിലായോ? ഈ തന്തയുടെ ഒരു കാര്യം, അമ്മയുടെ മെക്കെട്ട് കയറുന്ന പോലെ അങ്ങനെ എൻ്റെ മെക്കെട്ട് കയറിയാണ്ടല്ലോ. തന്തേ, എൻ്റെ സ്വഭാവം മാറും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ലഹരി അവരുടെ കുടുംബത്തിൽ ഒരു കറുത്ത അധ്യായത്തിന് തുടക്കം കുറിച്ചു. മകന്റെ വഴിപിഴച്ച ജീവിതം തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ
അവനെ വിലക്കിയെങ്കിലും അവനിൽ കിടക്കുന്ന ലഹരി അവരുടെ വിലക്കുകൾ കൈക്കൊണ്ടില്ല. മറിച്ച് അവൻ വലിയ വലിയ തെറ്റുകളിലേക്ക് ചുവടുവയ്ക്കുവാൻ തുടങ്ങി. ആ മോനെ, നീ എത്തിയോ? കൂട്ടുകാർ അവന് നൽകിയ ഉപദേശങ്ങളും ലഹരിയും അവന്റെ ഹൃദയത്തിൽ മന്ത്രിക്കുവാൻ തുടങ്ങി. എടാ, നീയാണ് ധൈര്യശാലിയായ ആൺകുട്ടി. നീ എന്താ ഈ ചെയ്യുന്നത്? മാറി അങ്ങോട്ട്. നീ എന്താണ് അമ്മയോട് ചെയ്യുന്നത്? ഇങ്ങോട്ട് മാറടോ. കുറെ നാളായി തന്നെ ഞാൻ നോക്കി വെച്ചേന്ന്. തന്നെ ഞാൻ എടുക്കും. അയ്യോ മോനെ, അപ്പനെയൊന്നും ചെയ്യല്ലേ. എടാ, മോനെ, അപ്പനെയൊന്നും ചെയ്യല്ലേ. ഇങ്ങോട്ട് മാറതല്ലേ. അങ്ങനെ ലഹരിക്ക് അടിമയായി മാറിയ അവൻ ജന്മം നൽകിയ മാതാപിതാക്കളുടെ സ്നേഹത്തെ പോലും ശത്രുതയായി കാണുകയും ഒടുവിൽ അത് അവൻ്റെ കുടുംബത്തെയും ജീവിതത്തെയും ഒന്നാകെ തകർക്കുകയും ചെയ്തു. ഒടുവിൽ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് ജയിലറയ്ക്കുള്ളിലായ അജിയുടെ ജീവിതത്തിലെ അടുത്ത പ്രഭാതം. അമ്മേ, കണ്ട മയക്കുമരുന്ന് അടിച്ച് കയറ്റിയിട്ട് സ്വന്തം അപ്പനെ തല്ലിക്കൊന്ന മുതലാ ആ ഇരിക്കുന്നത്. അവൻ്റെ അമ്മ ഇപ്പം വെന്റിലേറ്ററില്ല. ഇപ്പം അവൻ അമ്മയെ വിളിക്കുന്നു. ചെക്കൻ്റെ ഒരു ഗതികേട്. എനിക്ക് തെറ്റുപറ്റി പോയമ്മേ. എന്റെ കൈ കൊണ്ട് ഞാൻ എന്റെ അമ്മയോ അപ്പയോ ഞാനല്ല ആ ലഹരിയാ. ഇനി ഞാൻ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? എനിക്കിനി ആരുമില്ല. ഞാനല്ല അമ്മേ. എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ. അയ്യോ 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 അമ്മേ. കണ്ടോ കൂട്ടുകാരെ, അജിയുടെ ജീവിതം എത്ര സ്വപ്നസുന്ദരമായിരുന്നു. എന്നാൽ ലഹരി എന്ന മഹാവിപത്ത് അജിയുടെ സ്വപ്നത്തിനും കുടുംബത്തിനും കറുത്ത അധ്യായം കുറിച്ചു. അതെ, ലഹരി ഒരു ചുഴിയാണ്. ലഹരി എന്ന ആ ചുഴിയിൽ നിങ്ങളും ചെന്ന് വീഴാതെ സൂക്ഷിക്കുക. ഇത് മഹാവിപത്താണ്. നിങ്ങളുടെ ഭാവിയെ കെണിയിലാക്കാൻ ഒളിച്ചു നിൽക്കുന്ന മഹാവിപത്ത്. കൂട്ടുകാരെ, ഈ ലോകത്തിൽ ദൈവം തന്ന സമ്മാനമാണ് ഈ കൊച്ചു ജീവിതം. ആ സമ്മാനമായിരിക്കണം നിങ്ങളുടെ ലഹരി. നമുക്ക് ലഹരിയോട് നോ പറയാം. ദൈവം തന്ന ജീവിതം ലഹരിക്ക് മുന്നിൽ അടിയറവ് വയ്ക്കില്ല എന്ന് നമുക്കൊരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. സേ നോ ടു ഡ്രഗ്സ്. ചൂസ് ബെറ്റർ ലൈഫ്.